എല്ലാവർക്കും നമസ്കാരം. സിനിമാ കഥയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്ന വീഡിയോ ഒരു മൂവി സജഷനാണ്. 1974 പി ഭാസ്കരൻ സംവിധാനം ചെയ്ത അരക്കള്ളൻ മുക്കാക്കള്ളൻ എന്ന് പറഞ്ഞ സിനിമയെ കുറിച്ചിട്ടാണ് നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത്. MP റാവു, MRK, പ്രേം നസീർ, അടൂർ ബാസി, ശ്രീവിദ്യ, അതുപോലെ തന്നെ കവിയൂർ പൊന്നമ്മ, KPC ലളിത, ഫിലോമിന തുടങ്ങിയവരും പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. സംഗീത സംവിധാനം ദക്ഷിണാമൂർത്തി സാറാണ്. മിക്ക പാട്ടുകളും വളരെ ഫേമസ് ആയിട്ടുള്ളവയാണ്. അതിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പാട്ടുകൾ എന്ന് പറഞ്ഞാൽ മുല്ലപ്പൂമ്പല്ലിലോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ കനകസിംഹാസനത്തിൽ എന്ന് പറയുന്ന ഒരു പാട്ടുണ്ട്. പിന്നെ അതേപോലെ മിഴിയിൽ നീലോൽപ്പനം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാട്ടുണ്ട്. 1974 ഏറ്റവും വലിയ ഹിറ്റുകളിൽ ഒന്നാണ് ഈ അരക്കള്ളൻ മുക്കാക്കള്ളൻ എന്ന് പറയുന്ന സിനിമ. പല്ലന, നെടുമംഗല സ്വരൂപം, അരുവിക്കര, ഏളിമല മുതലായിട്ടുള്ള ചില ഗ്രാമങ്ങളിലെ അല്ലെങ്കിൽ ചില അന്നത്തെ നാട്ടുരാജ്യങ്ങളിൽ കൂടിയാണ് കഥ പറഞ്ഞു പോകുന്നത്. അതിൽ പല്ലന ദേശത്തിലെ രാജാവിനും രാജ്ഞിക്കും കുട്ടികളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ യാദൃശികമായിട്ട് ഒരു സന്യാസി വര്യം വരികയും, അതായത് ഈ മഹാരാജാവിന്റെയും മഹാരാജ്ഞിയുടെയും ഒക്കെ സങ്കടം കണ്ടിട്ട് മൂകാംബികയിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരു ഫലം അല്ലെങ്കിൽ ഒരു പ്രസാദം അവർക്ക് കൊടുക്കുകയും അതിനുശേഷം കുറച്ച് നാളുകൾക്ക് ശേഷം ഇവർക്ക് 2 കുട്ടികൾ ജനിക്കുകയാണ്. ഈ 2 കുട്ടികൾ ജനിക്കുമ്പോൾ തന്നെ അതിന് തൊട്ട് മുമ്പായിട്ട് തന്നെ കുറച്ച് കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. അതായത് ഈ രാജ്ഞിയുടെ ആങ്ങളയുണ്ട്. അപ്പൊ ഇവർക്ക് കുട്ടികളില്ലാത്തത് കൊണ്ട് തന്നെ പുള്ളിയുടെ മകനെയാണ് രാജാവായിട്ട് വാഴിക്കേണ്ടത്. അപ്പോ അതിനു വേണ്ടിയിട്ട് തന്നെയുള്ള ശ്രമങ്ങളും രാജാവിനോട് ചോദിക്കലും അതിന്റെ കാര്യങ്ങളൊക്കെ അതിന്റെ മുറക്കി നടക്കുന്നുണ്ട്. അതിന്റെ ചെറിയ ഒരു സന്ദർഭം മാത്രമാണ് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോ ഇയാള് അതായത് ഈ രാജ്ഞിയുടെ ആങ്ങളെ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാല്, ഈ കുട്ടി ജനിക്കുമ്പോ തന്നെ ചില പടയാളികളെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഈ കുട്ടികളെ എടുത്തു മാറ്റി, പടയാളികളെയും അതിൽ സഹായിക്കുന്ന കുറച്ച് സ്ത്രീകളുണ്ട്, അവരെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ കുട്ടികളെ അവരുടെ അടുത്തുനിന്ന് മാറ്റുകയും 2 അമ്മിക്കുഴ അവിടെ വെക്കുകയും ചെയ്യണം. പക്ഷെ ഈ 2 ഭടന്മാരെ കൊല്ലാൻ ഏൽപ്പിച്ചിരുന്നു ഈ ചെറിയ കുട്ടികളെ. അപ്പൊ അതിൽ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ 2 ഭടന്മാര് ചെയ്യുന്നത്, ഒരു കുട്ടി, അപ്പൊ ഇവർക്ക് രാജാവിനോടും രാജ്യത്തോടും പ്രതിബദ്ധതയുള്ള 2 ഭടന്മാരായിരുന്നു അവര്. അപ്പൊ ഇവരെന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുട്ടിയെ, അതായത് ഇവരുടെ ഓമനത്വമുള്ള മുഖങ്ങളും ഒക്കെ കണ്ടിട്ട് ഈ കുട്ടികളെ കൊല്ലാനായിട്ടൊന്നും ഇവർക്ക് മനസ്സില്ല. അപ്പൊ അത് കുട്ടികൾ തന്നെ പിഞ്ചു കുട്ടികളും കൂടിയാണല്ലോ. അപ്പൊ അതിൽ ഒരു കുട്ടിയെ കാട്ടിൽ ഉപേക്ഷിക്കണം, ഒരു കുറിപ്പോട് കൂടിയിട്ട്. അതേപോലെ തന്നെ വേറൊരു കുട്ടിയെ ആ പടയാളിയുടെ ഒരു പെങ്ങളുണ്ട്, ആ പെങ്ങൾക്ക് ഇന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്, ആ പെങ്ങൾക്ക് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ആ കുട്ടിയെ കൊടുക്കുകയാണ്. അപ്പൊ ആ പെങ്ങൾ പറയുന്നുണ്ട്, സമയം വരുമ്പോൾ ഈ കുട്ടി ആരാണ് എന്താണ് എന്നുള്ളതൊക്കെ പറയും എന്നുള്ളതാണ് പെങ്ങൾ പറയണത്. ഉപേക്ഷിച്ച കുട്ടിയെ കുറച്ച് കാട്ടുകള്ളന്മാര് ഈ കുട്ടിയെ കാണുകയും ഏറ്റെടുക്കുകയും ചെയ്യുന്നവരാണ്. അപ്പൊ ഏറ്റെടുത്തത് ആ കുട്ടിക്ക് നാഗൻ എന്നുള്ള ഒരു പേരിടും. ആ നാഗൻ എന്നുള്ള പേര് വരാനുള്ള കാരണം എന്താണെന്നുള്ളത് അതിൽ പറയുന്നുണ്ട്. അതേപോലെ തന്നെ ആ നാഗൻ വളരുന്നത് ഭയങ്കര കായികാഭ്യാസിയായിട്ടൊക്കെയാണ് വളരുന്നത്. പക്ഷെ നന്മയുള്ള ഒരു കായികാഭ്യാസിയാണ്. അങ്ങനെ അവന് ആ സമൂഹത്തിന്റെ നേതാവാകേണ്ടി വരികയും, അതേപോലെ ഇയാള് അരക്കള്ളൻ എന്നുള്ള പേരില് എല്ലാവരുടെയും പ്രസിദ്ധനാവുകയും ചെയ്തു. പ്രസിദ്ധൻ എന്ത് വേണമെങ്കിലും പറയാം, കുറച്ച് നന്മയുള്ളൊരു കള്ളൻ. അപ്പൊ അരക്കള്ളൻ എന്നുള്ള രീതിയിൽ പ്രസിദ്ധനാവുകയും ചെയ്തു. അതേപോലെ തന്നെ മറ്റേ കുട്ടി മറ്റേ ഭടന്റെ പെങ്ങളുടെ വീട്ടിലാണല്ലോ. അപ്പൊ ആ മറ്റേ കുട്ടി അവിടെ അതേ സമയം തന്നെ പഠിച്ച് വളരെ വിദ്യാഭ്യാസമുള്ള വേദപണ്ഡിതനും അതേപോലെ പഠിച്ച് വിദ്യാഭ്യാസം അന്നത്തെ കാലഘട്ടങ്ങളിലെ ഭയങ്കര വലിയ പണ്ഡിതനായിട്ട് മാറുകയാണ്. ആ പണ്ഡിതനായിട്ട് മാറിയ ആ കുട്ടി തമ്പി എന്നുള്ള ഒരു പേരിൽ അറിയപ്പെടുകയും അരുവിക്കര എന്ന് പറയുന്നുള്ള പ്രദേശത്താണ് ആ സമയത്ത് ആ കുട്ടി വസിക്കുന്നത്. അപ്പൊ അങ്ങനെ ആ കുട്ടി വലുതായി തൻ്റെ പല വിദ്വാൻമാരുടെ അടുത്തും പല തർക്കശാസ്ത്രത്തിലും അങ്ങനെയൊക്കെ ജയിക്കുന്നു. അതേപോലെ അപ്പോൾ അവിടുന്ന് കിട്ടുന്ന, പണ്ട് കാലത്ത് ഇതിലൊക്കെ പങ്കെടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പണം കിട്ടും, അതായത് സമ്മാനം എന്നുള്ള രീതിയിൽ കിട്ടും. അപ്പൊ ഇങ്ങനെയുള്ള കുറെ അനവധി സമ്മാനങ്ങളായിട്ട് വരികയും, അപ്പൊ ആ കുട്ടി അമ്മയോട് പറയുന്നു, അമ്മേ, നമ്മുടെ അരുവിക്കരയിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് നമുക്ക് പട്ടിണി ഇല്ലാതെ നല്ല രീതിയിൽ ജീവിക്കണം, ഇനിയും അതിനു വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം എന്ന് പറയുന്നു. അതൊക്കെ നല്ല തന്നെ മോനെ എന്നും പറയുന്നു. അപ്പൊ ഇയാളുടെ ഒപ്പം ബഹദൂർ ഉണ്ട്, അതേപോലെ തന്നെ ഈ പടത്തിൽ വേറെയും ഉമ്മർ ഉണ്ട്, അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. പിൽക്കാലത്ത് ചില സന്ദർഭവശാൽ ഈ അരക്കള്ളനുമായിട്ട് ഒരു ചെറിയൊരു
മത്സരം വരുന്നുണ്ട് അരക്കള്ളവശാൽ. അത് എന്തിനുള്ള മത്സരമാണ്, എന്തൊക്കെയാണെന്നൊക്കെ ഉള്ളത് നിങ്ങൾ സിനിമ കണ്ട് മനസ്സിലാക്കുക. അപ്പോൾ അതായത് ഒരു മൗസ് ആൻഡ് ക്യാറ്റ് ഗെയിമാണ് ഇതിനകത്ത് നടക്കുന്നത്. അപ്പൊ ഈ അരക്കള്ളന്റെ അടുത്ത് ഇവൻ അനൗൺസ് ചെയ്യണം ഞാൻ മുക്കാൽ കള്ളനാണെന്ന് പറയുന്നത്. അതാണ് ഈ അരക്കള്ളനും മുക്കാൽ കള്ളനും. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് ജയഭാരതി വരുന്നു, അതേപോലെ തന്നെ ഒരു മാലയുമായിട്ട് ബന്ധപ്പെടുന്ന കാര്യങ്ങൾ വരുന്നു. ഇങ്ങനെയാണ് ആ പടത്തിന്റെ കഥാസന്ദർഭം തോന്നുന്നത്. അപ്പൊ നന്നായിട്ട് കാണാൻ പറ്റിയ ഒരു സിനിമയാണെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം വെച്ചാൽ പിന്നെ അതിന്റെ അവസാനം എന്ത് സംഭവിക്കുന്നു, അതെങ്ങനെയൊക്കെയാണ് വരുന്നത്. ഒരു കാര്യം എടുക്കണം, 1974 ഇത്രയും നല്ല ക്വാളിറ്റിയിൽ ഒരു സംഭവം എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയുമില്ലാത്ത അനുഭവമാണ്. ഈ പടം ശരിക്കും നമുക്ക് യൂട്യൂബിൽ അവൈലബിൾ ആണ്, ഹോട്ട്സ്റ്റാറിൽ അവൈലബിൾ ആണ്, ഒക്കെ ഉണ്ട്. അത് അത്യാവശ്യം നല്ല രസത്തിൽ കണ്ടിരിക്കാൻ പറ്റുന്ന കുറച്ച് കോമഡിയും കുറച്ച് ആക്ഷനും കുറച്ച് ത്രില്ലിങ്ങും കുറച്ചൊരു മൗസ് ആൻഡ് ക്യാറ്റ് ഗെയിമും കുറച്ച് പരീക്ഷണങ്ങളിൽ കൂടിയൊക്കെ പോകുന്ന ഒരു സിനിമയാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും ഈ സിനിമ കാണാവുന്നതാണ്. ശരിക്കും എൻ്റെ ഒരു അഭിപ്രായത്തിൽ മസ്റ്റ് വാച്ച് ആയിട്ടുള്ള ഒരു സിനിമ തന്നെയാണ്. ഈ സിനിമ കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമന്റ് ചെയ്യണേ. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ആ സിനിമ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടി ഒന്ന് ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമന്റ് ചെയ്യണം. അപ്പോൾ ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.